വരാം. ഇപ്പോൾ നമുക്കൊപ്പം അതിഥി കൂടി ചേരുകയാണ്. ചലച്ചിത്ര നിരൂപക അനുപമ മോഹനാണ് നമുക്കൊപ്പം ചേരുന്നത്. അനുപമ, ഒരു ലാലേട്ടൻ ഫാൻ എന്ന് കൂടി പറയാമല്ലോ. എങ്ങനെയാണ് ഈ ചിത്രത്തെ നോക്കിക്കാണുന്നത്? ഇപ്പോൾ നമ്മൾ വ്യത്യസ്തങ്ങളായ പല അഭിപ്രായങ്ങൾ കേട്ടു. മോഹൻലാൽ ഒരു ഒറ്റ കോസ്റ്റ്യൂമിൽ ഒരു ചിത്രത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ വരുന്ന ചിത്രമാണ്. എന്താണ് ചിത്രം കണ്ട അനുഭവം? അത് രേണുക പറഞ്ഞത് വളരെ ഷാർപ്പായ ഒരു പോയിന്റ് ആണ്. മോഹൻലാൽ ഒരൊറ്റ കോസ്റ്റ്യൂമിലാണ് ഈ സിനിമയിൽ ആദ്യം തൊട്ട് അവസാനം വരെയും. അതേസമയം മോഹൻലാലിന് ചുറ്റും മിരിയുന്ന വർണ്ണങ്ങളും ദൃശ്യ കവിത എന്ന് തന്നെ പറയാവുന്ന ഫ്രെയിമുകളും നിറങ്ങളും ചായങ്ങളും കളർ ടോണുകളും എല്ലാം ഉണ്ട്. അതെല്ലാം മോഹൻലാൽ എന്ന കേന്ദ്ര കഥാപാത്രത്തിന് ചുറ്റും ഇരിക്കുകയാണ്. അവിടെയാണ് ഒരൊറ്റ കോസ്റ്റ്യൂമിൽ ഒരു വളരെ ഒരു എല്ലാവരുടെയും അമിത പ്രതീക്ഷയുള്ള ഒരു നായക കഥാപാത്രമല്ല ഈ സിനിമയിൽ മോഹൻലാൽ. ഒരു ആന്റൈ ഹീറോയുടെ എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു കഥാപാത്രം കൂടിയാണ്. വളരെ ഡാർക്ക് ആയിട്ടുള്ള പാസ്റ്റ് ആണെങ്കിലും ഒരു ഹീറോ സമാനമായ ഡയലോഗ് ഡെലിവറികളോ അത്തരം എലിമെന്റ്സ് ഇല്ലാതെ മോഹൻലാൽ എങ്ങനെ സ്ക്രീൻ പിടിച്ചെടുക്കുന്നു എന്നുള്ളത് കൂടി നമുക്ക് കാണാവുന്ന ഒരു സിനിമയാണ്. 63-ാമത്തെ വയസ്സിലും ആക്ഷൻ സീക്വൻസുകളിൽ എത്ര കൈയടക്കത്തോടെയാണ്, ഒരു മല്ലൻ എന്ന രീതിയിൽ തന്നെ എത്ര വിശ്വസനീയമാണ് മോഹൻലാൽ എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തിലെ അഭിനയ പ്രതിഭയെ നമുക്ക് നേരിട്ട് കാണാവുന്ന സിനിമയാണ്. അതൊക്കെ പറയുമെങ്കിൽ പോലും ഇത് സംവിധായകന്റെ സിനിമയാണ്, ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ തന്നെ സിനിമയാണ്. അദ്ദേഹത്തിന് എന്താണോ പറയേണ്ടിയിരുന്നത് അത് പറയാൻ ഉപയോഗിച്ച ഉപകരണങ്ങളിൽ ഒന്ന് മാത്രമാണ് മോഹൻലാൽ എന്നുള്ളതാണ് ആ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ അതായിരിക്കാം, മാസ് എലമെന്റുകൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, മാസ് എലമെന്റുകൾ തീരെയില്ല എന്ന് പറയാൻ പറ്റില്ല എങ്കിൽ പോലും അതായിരിക്കാം മോഹൻലാൽ ഫാൻസിന്റെ ചെറിയ നിരാശയ്ക്ക് കാരണം എന്ന് എനിക്ക് തോന്നുന്നു. അനുപമ, ഇവിടെ ഇപ്പോൾ മോഹൻലാലിന്റെ ഒരു ചിത്രം, അത് ഇപ്പോൾ നമുക്കറിയാം മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ എങ്ങനെയാണ് എന്ന് നമുക്കറിയാം. മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ ഇപ്പോൾ കാതലായാലും കണ്ണൂർ സ്ക്വാഡ് ആയാലും ഒക്കെ വരുന്നു. വ്യത്യസ്ത കഥാപാത്രങ്ങൾ മമ്മൂട്ടി വളരെ ഭംഗിയായി അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ മനസ്സിൽ കൂടുതൽ ഇടം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ മോഹൻലാലിന്റെ ഏതാണ്ട് ഒരു വർഷത്തോളം നീണ്ട കാത്തിരിപ്പിന് ശേഷം എത്തുന്ന ചിത്രമാണ്. ആ നിലയ്ക്ക് നോക്കിയാൽ മോഹൻലാൽ എന്ന നടൻ, അദ്ദേഹത്തെ എങ്ങനെ സംവിധായകൻ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു, മോഹൻലാലിന്റെ അഭിനയ പ്രതിഭ അതെങ്ങനെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു, അതിനെയൊക്കെ തൃപ്തിപ്പെടുത്തുന്നു. ഇപ്പോൾ മാസ് പടം ആഗ്രഹിച്ചു പോയി, അത് മാസ് പടമല്ല എന്ന് കരുതി നിരാശരാകുന്നവരുടെ അഭിപ്രായമല്ലല്ലോ നമ്മൾ ഒരു ചിത്രത്തെ വിലയിരുത്താൻ എടുക്കേണ്ടത്. അത് അവരുടെ പ്രതീക്ഷയുടെ കുഴപ്പമാണ്. ഇതിന്റെ അണിയറ പ്രവർത്തകർ ഒരു ഘട്ടത്തിലും ഇതൊരു മാസ് പടമാണെന്ന് പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല, മോഹൻലാലൊക്കെ ആവർത്തിച്ച് പറഞ്ഞു, ഒരു ബാഹുബലി കാണുന്ന മനസ്സോടെ ഒന്നും ഈ ചിത്രം കാണാൻ ആരും വരരുത് എന്നത് ആവർത്തിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ നിരാശ ഈ ചിത്രത്തെ വിലയിരുത്താൻ ഉതകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ മോഹൻലാൽ എന്ന നടനെ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ ഈ ചിത്രം കണ്ടാൽ അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭയെ എത്രമാത്രം ഉപയോഗിച്ചിട്ടുണ്ട് ഈ ചിത്രത്തിൽ? തീർച്ചയായും ഇതിനകത്ത് ഒരു അതിനായകത്വം, ഒരു സൂപ്പർ ഹീറോ എന്നുള്ള ഒരു പരിവേഷം മോഹൻലാൽ അവതരിപ്പിക്കുന്ന മലൈക്കോട്ടെ വാലിബൻ ഉണ്ട്. ആ അതിനായകത്വം അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലും ബാലയെ ഓർമ്മിപ്പിക്കുന്ന, എല്ലാ കഥാപാത്രങ്ങളും ബാലയെ ഓർമ്മിപ്പിക്കുന്ന ഡയലോഗ് ഡെലിവറികളാണ്. അത് മനഃപൂർവ്വം സംവിധായകൻ ഉപയോഗിച്ച ഒരു ടൂളായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതിനെ ഓർമ്മിപ്പിക്കുന്ന ചുവടുകളും ഡയലോഗ് ഡെലിവറിയും ഒക്കെ തന്നെ മോഹൻലാലിന്റെ നടനെ നമുക്ക് മുമ്പിൽ കാണിച്ചു തരും. അത് ഒരു മോഹൻലാൽ ആരാധകർ എന്ന നിലയിൽ, അല്ലെങ്കിൽ മോഹൻലാലിനെ കാണുന്ന സാധാരണ പ്രേക്ഷകർ എന്ന നിലയിൽ നമുക്ക് ശരിക്കും പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളാണ്. മോഹൻലാൽ എന്ന നടനെ വെല്ലുവിളിക്കുന്ന, അദ്ദേഹത്തെ ചലഞ്ച് ചെയ്യുന്ന എലമെന്റ്സ് ഒന്നും തന്നെ ഈ സിനിമയിൽ ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു പക്ഷേ ആക്ഷൻ സീക്വൻസുകൾ ഒഴികെ. കാരണം അദ്ദേഹം ഇതിനും എത്രയോ മുമ്പ്, അദ്ദേഹത്തിന്റെ 26-ാമത്തെ വയസ്സിലൊക്കെ അദ്ദേഹം ചെയ്ത സിനിമകൾ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിനയം അതിനെ ചലഞ്ച് ചെയ്യുന്ന എലമെന്റ്സ് ഒന്നും മലൈക്കോട്ടെ വാലിബനിൽ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും അദ്ദേഹം ഓരോ സീക്വൻസിലും, അത് ഇമോഷണൽ ആയിക്കോട്ടെ ആക്ഷൻ ആയിക്കോട്ടെ, എല്ലാത്തിലും അദ്ദേഹം വളരെ കൺവിൻസിങ് ആയിരുന്നു. വളരെ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിൽ തന്നെയായിരുന്നു. ശ്രദ്ധ മാറിയാൽ നമുക്ക് എന്തെങ്കിലും മിസ്സാവും എന്ന് തോന്നുന്ന രീതിയിൽ തന്നെയായിരുന്നു മോഹൻലാലിന്റെ അഭിനയം. തീർച്ചയായും ഇവിടെ ഇപ്പോൾ ചിത്രം അല്പം ലാഗ് ചെയ്തു എന്ന അഭിപ്രായം പലരും പ്രകടിപ്പിക്കുന്നത് കേട്ടു. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം, ഒരു നാടോടി കഥയാണ്, അങ്ങനെ എടുക്കുമ്പോൾ അത് പറയാനുള്ള ആ സാവകാശം മാത്രമാണോ ഡയറക്ടർ എടുക്കുന്നത്, അതോ അനാവശ്യ ലാഗിങ് ചിത്രത്തിനുണ്ടോ? ലാഗ് എന്നത് ശരിക്കും നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പദമാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ആ സംവിധായകൻ എങ്ങനെയാണോ കഥ പറയാൻ ഉദ്ദേശിച്ചത് ആ പേസിൽ തന്നെയാണ് സിനിമ പോകുന്നത്.
അതൊരു പക്ഷേ നമുക്ക് കുറച്ചുകൂടി വേഗതയിൽ സിനിമ മുന്നോട്ട് പോകണമെന്ന് ചില പ്രേക്ഷകർക്ക് ഒരുപക്ഷെ തോന്നുമായിരിക്കും. പക്ഷെ അത് നമുക്ക് ഒരിക്കലും സംവിധായകനോട് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഈ രീതിയിലാണ് ഈ സിനിമ കാണേണ്ടത് എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ധാരണയുണ്ട്. അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ക്ലോക്ക് ഓടുന്നുണ്ട്. അതിനനുസരിച്ചാണ് സിനിമ എന്ന് പറയുമെങ്കിൽ പോലും ആദ്യ പകുതി ഒരു പക്ഷേ അതിന്റെ കഥ പറച്ചിൽ രീതി കൊണ്ടും അതിലെ ചില ക്ലോസപ്പുകൾ ഒരുപാട് നേരം ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടും ഒക്കെ ചെറിയ ലാഗ് അനുഭവപ്പെടാം എന്ന് തോന്നാമെങ്കിലും രണ്ടാമത്തെ പകുതി വളരെ നല്ല പേസിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത് കണ്ടിറങ്ങിയവർ പ്രേക്ഷകരെല്ലാം പറഞ്ഞത് ഇതൊരു LJP ചിത്രമാണ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ LJPയുടെ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ഏറ്റവും മികച്ച ഒരു ചിത്രമായി നമുക്കിതിനെ വിലയിരുത്താൻ കഴിയുമോ? LJPയുടെ മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയാണ് തീർച്ചയായും. LJPയുടെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായി ഡബിൾ ബാരലിനെ ഓർമ്മിപ്പിക്കുന്ന ചില എലമെന്റ്സ് ഇതിനകത്ത് ഉണ്ടായിരുന്നു. നമ്മൾ ഒന്നുകൂടി ആഴത്തിൽ ചിന്തിച്ചാൽ ഒരുപക്ഷെ സ്പൂഫ് എലമെന്റ്സ്, അതിനായക സിനിമകളുടെ സ്പൂഫ് എലമെന്റ്സ് കൂടി ഈ സിനിമയിൽ ഉണ്ടാവുമോ എന്ന് നമുക്ക് ഒന്നുകൂടി ഒരു കാഴ്ചയിൽ കൂടി നമുക്ക് അത് പറയാൻ കഴിയുമെന്ന് തോന്നുന്നു. LJPയുടെ മികച്ച സിനിമകളിൽ ഒന്ന് തന്നെയാണ് തീർച്ചയായും. കൊറിയോഗ്രഫിയാണ് ഏറ്റവും കൂടുതൽ കയ്യടി നേടുന്ന ഭാഗം. ആ ഫ്രെയിംസ് ഒന്നും ഈ ചിത്രം കണ്ട് പുറത്തിറങ്ങിയാൽ നമ്മുടെ മനസ്സ് വിട്ട് പോകില്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ പ്രേക്ഷകർ അല്ലെങ്കിൽ മോഹൻലാൽ ഫാൻസ് ഒക്കെയും ഏറ്റവും കൂടുതൽ പുകഴ്ത്തുന്നത്, ചിത്രത്തിന്റെ മേക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ പുകഴ്ത്തുന്നത് കൊറിയോഗ്രാഫിയെ കുറിച്ചാണ്. താങ്കളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും ചിത്രത്തിലെ ഫ്രെയിമുകൾ ഒന്നും തന്നെ മനസ്സിൽ നിന്ന് പോകുന്നതല്ല. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന വർണ്ണങ്ങളാണെങ്കിലും അതിന് കൊടുത്തിരിക്കുന്ന അതിരുകളാണെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഫ്രെയിമുകൾ തന്നെയാണ്. അതിലെ ക്രൗഡ് ധാരാളമായുള്ള ഒരുപാട് സീക്വൻസുകളുണ്ട്. അതിലൊക്കെയും ക്രൗഡിനെ ഒരു മുഖമില്ലാത്ത ക്രൗഡായും അതേസമയം വളരെ അടുത്ത കണ്ണുകളായും ഒക്കെ അദ്ദേഹം വിന്യസിച്ചിരിക്കുന്ന കാഴ്ച ഒരു അസാധാരണമായ പെർഫെക്ഷനോട് കൂടിയാണ് ഈ സിനിമയിൽ പ്രത്യേകിച്ചുമുള്ളത്. നമുക്ക് നമ്മളെ വല്ലാതെ ഒരു മാസ്മരികമായ ഒരു അനുഭവം തരും അത്തരം പ്രയോഗങ്ങൾ. ഈ ടീസറൊക്കെ കണ്ടപ്പോൾ ആളുകൾ സിനിമാറ്റോഗ്രഫി ഓസ്കാർ ലെവൽ ആണ് എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. ചിത്രം പൂർണ്ണമായും കണ്ടു കഴിയുമ്പോൾ ആ അഭിപ്രായത്തെ എങ്ങനെയാണ് കാണുന്നത്? മലയാളം പോലെ ഒരു ഇൻഡസ്ട്രിക്ക് എണ്ണം പറഞ്ഞ സിനിമാറ്റോഗ്രാഫിയിൽ ഒന്ന് തന്നെയാണ് അതിന് സിനിമ. അത് ആ സിനിമാറ്റോഗ്രാഫിയുടെ മാത്രം പ്രത്യേകത കൊണ്ടല്ല, ആ ലൊക്കേഷൻ ആണെങ്കിലും കഥ ആവശ്യപ്പെടുന്ന ഒരു ബാലയുടെ നിറങ്ങളാണെങ്കിലും ഒക്കെ തന്നെയും എണ്ണം പറഞ്ഞ സിനിമാറ്റോഗ്രാഫികളിൽ ഒന്നാണ് മലൈക്കോട്ടെ വാലിബനിലുള്ളത്. മലൈക്കോട്ടെ വാലിബന്റെ വിശകലനങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നമുക്ക് തിരിച്ചെത്താം. നമുക്കൊപ്പം മറ്റ് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരും. മോഹൻലാൽ ഫാൻസിന്റെ പ്രതികരണങ്ങൾ ഇനി തേടുന്നുണ്ട്. പ്രേക്ഷകർക്കും നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയിക്കാം. നിങ്ങൾ കാണാനിരിക്കുന്നവരാണെങ്കിലും കണ്ടു കഴിഞ്ഞവരാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്നുള്ളത് അറിയിക്കാം. ഞാൻ അതിഥിയിലേക്കും മറ്റുള്ളവരിലേക്കും തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് ശേഷം.